നമസ്കാരം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. നിഫ്റ്റി 24,600 മുകളിൽ ഓപ്പൺ ആകാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് മിക്സഡ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. അമേരിക്കൻ മാർക്കറ്റിൽ ഒരു സെക്ടർ റൊട്ടേഷൻ വന്നു കഴിഞ്ഞു. AI, സെമി കണ്ടക്ടർ തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതുമൂലം നാസ്ഡാക്ക് 0.8% ഇടിഞ്ഞെങ്കിലും ഫിനാൻസ്, ഹെൽത്ത് കെയർ തുടങ്ങിയ സെക്ടറുകളിൽ ബയിങ് മൊമെൻറ്റം വരികയും ഡോ ജോൺസ് 0.5% ഉയരുകയും ചെയ്തു. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ ശക്തമായ ബയിങ് മൊമെൻറ്റമുണ്ട്. ജപ്പാൻ്റെ ഇൻഡെക്സ് 3%, കൊറിയൻ ഇൻഡെക്സ് 3.4%, ഹോങ്കോങ് ഇൻഡെക്സ് പോസിറ്റീവ് സൈഡിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റ് ചില പ്രധാന ഇവൻ്റ് RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ട തീരുമാനമാണ്. കഴിഞ്ഞ ദിവസം RBI ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റമില്ലാതെ 5.25% നിലനിർത്തിയിരുന്നു. കൂടാതെ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 6.6% നിന്നും 6.7% ഉയർത്തുകയും കോർ ഇൻഫ്ലേഷൻ കുറയുമെന്ന് പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വലിയ പോസിറ്റീവ് ഘടകമായി പ്രവർത്തിച്ചേക്കും. അതുപോലെ തന്നെ US-ഇറാൻ സംഘർഷത്തിൽ നേരിയ രീതിയിലുള്ള അയവ് വന്നതും ക്രൂഡിൻ്റെ വില $79 താഴെ നിലനിൽക്കുന്നതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. എങ്കിലും സൗദി ടാങ്കറുകൾക്ക് നേരെ ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ആക്രമണം മാർക്കറ്റിൽ അസ്വാരസ്യങ്ങൾക്ക് പിന്നിലെ ഒരു കാരണമായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. തുടർച്ചയായ 6 ദിവസത്തെ ബയിങ്ങിന് ശേഷം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലറായി മാറി 950 കോടി രൂപയുടെ നെറ്റ് സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2900 കോടി രൂപയുടെ ബയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തുകയും ചെയ്തു. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 24,500 സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുക. 24,500, 24,350 തുടങ്ങിയ സോണുകളിനടുത്താണ് മാർക്കറ്റിന് സപ്പോർട്ട്. 24,750 മാർക്കറ്റിൻ്റെ റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നു. ഇനി ഇന്നത്തെ ദിവസം സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് ഗോദ്രേജ് ആഗ്രോവേറ്റ്. ഗോദ്രേജ് ആഗ്രോവേറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 16% ഇടിഞ്ഞ് 161 കോടിയിൽ നിന്ന് 135 കോടിയിലേക്ക് എത്തിയപ്പോൾ റവന്യൂ 10% വർദ്ധിച്ച് 2,614 കോടിയിൽ നിന്നും 2,855 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 10% ഇടിഞ്ഞ് 270 കോടിയിൽ നിന്നും 240 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. എബിറ്റ മാർജിൻ 10% നിന്നും 8.4% എത്തി. നവീൻ ഫ്ലൂറൈനിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 117 കോടിയിൽ നിന്നും 243 കോടിയിലേക്ക് ഉയർന്നു. റവന്യൂ 44% വർദ്ധിച്ച് 725 കോടിയിൽ നിന്നും 1045 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 75% വർദ്ധിച്ച് 207 കോടിയിൽ നിന്നും 357 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. എബിറ്റ മാർജിൻ 28% നിന്നും 34% ഉയർന്നു. ബയോകോണിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 31 കോടിയിൽ നിന്നും 141 കോടിയിലേക്ക് ഉയർന്നപ്പോൾ റവന്യൂ 10% വർദ്ധിച്ചു. എബിറ്റ 10.6% വർദ്ധിച്ച് 766 കോടിയിൽ നിന്നും 847 കോടിയിലേക്ക് എത്തി. എബിറ്റ മാർജിൻ 19%-നടുത്ത് ഏറെക്കുറെ ഫ്ലാറ്റായി തുടരുന്നു. കമിൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 7.8% ഇടിഞ്ഞ് 589 കോടിയിൽ നിന്നും 543 കോടിയിലേക്ക് എത്തി. റവന്യൂ 17% വർദ്ധിച്ച് 2,916 കോടിയിൽ നിന്നും 3,426 കോടിയിലേക്ക് എത്തിയപ്പോൾ എബിറ്റ 2.5% ഇടിഞ്ഞു. GMM ഫോൾഡറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 11 കോടിയിൽ നിന്നും 23 കോടിയിലേക്ക് എത്തി. റവന്യൂ 16.4% വർദ്ധിച്ച് 795 കോടിയിൽ നിന്നും 925 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 7% ഇടിയുകയും ചെയ്തു. ശ്രീ രേണുക ഷുഗറിൻ്റെ നെറ്റ് ലോസ് 263 കോടിയിൽ നിന്നും 251 കോടിയിലേക്ക് എത്തിയപ്പോൾ റവന്യൂ 5.5% വർദ്ധിച്ചു. PB ടെക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. നെറ്റ് പ്രോഫിറ്റ് 91% വർദ്ധിച്ച് 85 കോടിയിൽ നിന്നും 163 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 40% വർദ്ധിച്ച് 1,348 കോടിയിൽ നിന്നും 1,888 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. എബിറ്റ മാർജിൻ 2.5%-ൽ നിന്നും 7.4%-ലേക്ക് ഉയരുകയും എബിറ്റ 34 കോടിയിൽ നിന്നും 139 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് PB ഫിൻടെക് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഓട്ടോമോട്ടീവ് ആക്സൽസിൻ്റെ പ്രോഫിറ്റ് 27% വർദ്ധിച്ചു. റവന്യൂ 5.6% വർദ്ധിച്ചു. എബിറ്റ 48 കോടിയിൽ നിന്നും 60 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 9.8%-ൽ നിന്നും 11%-ലേക്ക് ഉയരുകയും ചെയ്തു. ബികാജി ഫുഡ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഏറെക്കുറെ ഫ്ലാറ്റാണ്. കമ്പനിയുടെ റവന്യൂ 12.5% വർദ്ധിച്ചപ്പോൾ എബിറ്റ മാർജിൻ 14.7%-ൽ നിന്നും 13.5%-ലേക്ക് ഇടിഞ്ഞു. അതുകൊണ്ട് ബികാജി ഫുഡ്സ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നവീൻ ഫ്ലൂറൈൻ
മെറ്റീരിയൽ സ്കെയിലപ്പ് കപ്പാസിറ്റി, അതായത് സൂറത്ത് യൂണിറ്റിലെ മെറ്റീരിയൽ സ്കെയിലപ്പ് കപ്പാസിറ്റി ഉയർത്തുന്നതിന് വേണ്ടി 90 കോടി രൂപയുടെ ഒരു ക്യാപെക്സ് പ്രോഗ്രാം പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നവീൻ ഫ്ലൂറൈൻ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ന്യൂലാൻഡ് ലബോറട്ടറീസ് 39 കോടി രൂപയുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ പ്ലാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ന്യൂലാൻഡ് ലബോറട്ടറീസ് എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.